പാലക്കാട് പരാജയം പഴങ്കഥയാകുന്നു. ഫീനിക്സ് പക്ഷിയെപ്പോലെ കുതിച്ച സുരേന്ദ്രൻ. CPM-ൽ നിന്ന് BJP-യിലേക്കുള്ള ഒഴുക്ക് തുണയായത് സുരേന്ദ്രന്. സ്വന്തം പാർട്ടിയിലെ ഭിന്നസ്വരക്കാർ പോലും ഇപ്പോൾ ഒന്ന് അടങ്ങിയ മട്ടാണ്. ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട് BJP-ക്കുണ്ടായ പരാജയം സുരേന്ദ്രന്റെ തൊപ്പി തെറിപ്പിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നവർക്ക് മൊത്തത്തിൽ തെറ്റി. CPM-ൽ നിന്ന് BJP-യിലേക്കുള്ള ഒഴുക്ക് സുരേന്ദ്രനാണ് ശരിക്കും ഗുണമായി മാറിയിരിക്കുന്നത്. ഒരാഴ്ചക്കിടെ CPM-ൽ നിന്ന് BJP-യിൽ എത്തിയിരിക്കുന്നത് 7 പേരാണ്. അതിൽ ഒരു ഏരിയ സെക്രട്ടറിയും ബ്രാഞ്ച് സെക്രട്ടറിയും യുവജന നേതാവും ഉൾപ്പെടുന്നു. ഇനിയും ഒഴുക്ക് ഉണ്ടാകുമെന്നാണ് സുരേന്ദ്രൻ പറയുന്നത്. ഇങ്ങനെ ഒഴുക്കുള്ളപ്പോൾ സുരേന്ദ്രന്റെ അധ്യക്ഷ സ്ഥാനം മാറ്റം ഉയർത്താൻ പാർട്ടിയിലെ വിമത വിഭാഗത്തിന് പോലും കഴിയില്ല. എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന കേന്ദ്ര നേതൃത്വം ഇനി ഒരു തവണ കൂടി സുരേന്ദ്രനെ സ്ഥാനത്ത് തുടരാൻ അനുവദിക്കുമോ എന്നാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം. CPM-ൽ നിന്ന് നേതാക്കളും അണികളും കൂട്ടത്തോടെ വരുമെന്ന് സുരേന്ദ്രൻ പറയുന്നതും സ്വന്തം സ്ഥാനം ഉറപ്പിച്ചു നിർത്താനുള്ള തന്ത്രമാണ്. സംസ്ഥാന വ്യാപകമായി CPM-ൽ നിന്നും BJP-യിലേക്ക് വലിയ ഒഴുക്ക് തുടരുമെന്നാണ് ഇന്നലെ BJP സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞത്. അതിന്റെ ഭാഗമായാണ് മധു മുല്ലശ്ശേരി BJP-യിൽ എത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു. ഈ സാഹചര്യത്തിൽ ഇതിന് നേതൃത്വം നൽകുന്ന സംസ്ഥാന അധ്യക്ഷന്റെ സ്ഥാനത്തിന് തൽക്കാലം ഭീഷണി ഉയരാൻ സാധ്യതയില്ല. സുരേന്ദ്രൻ CPM-നെ കടന്നാക്രമിക്കുന്നതും ശ്രദ്ധേയമാണ്. CPM-ന്റെ രാഷ്ട്രീയ പ്രസക്തി നഷ്ടപ്പെട്ടിരിക്കുകയാണെന്നും CPM പോപ്പുലർ ഫ്രണ്ട് വൽക്കരിക്കപ്പെട്ട് കഴിഞ്ഞുവെന്നും പിണറായിയിൽ നിന്നും തുടങ്ങിയ പാർട്ടി പിണറായിയിൽ തന്നെ അവസാനിക്കുമെന്നും ഇന്നലെ അദ്ദേഹം പറഞ്ഞിരുന്നു. ജനങ്ങൾ ഇടതുപക്ഷത്തിന് ബദലായി കാണുന്നത് BJP-യാണ്. പാർട്ടി മാറുന്നവർക്കെതിരെ സർക്കാർ കള്ളക്കേസെടുത്താൽ BJP മതിയായ സംരക്ഷണം നൽകുമെന്നും സുരേന്ദ്രൻ പറഞ്ഞു. പുതിയതായി പാർട്ടിയിലെത്തുന്നവരെ ഒപ്പം നിർത്താനുള്ള ഈ നീക്കം വിമത നീക്കത്തിന് തടയിടാൻ ഉദ്ദേശിച്ചു കൂടിയുള്ളതാണ്. ഇതിനിടെ ഇന്നലെ കായംകുളത്ത് 5 CPM പ്രവർത്തകർ കൂടി BJP-യിൽ ചേർന്നു. പത്തിയൂർ മുൻ ബ്രാഞ്ച് സെക്രട്ടറി ഉൾപ്പെടെ 5 പേരാണ് BJP-യിൽ ചേർന്നത്. മുൻ ബ്രാഞ്ച് സെക്രട്ടറി രാജൻ, ഗീത ശ്രീകുമാർ, വേണു നാരായണിക്കൽ എന്നിവരെ ശോഭ സുരേന്ദ്രൻ ഷാൾ അണിയിച്ച് സ്വീകരിച്ചു. 10-ാം തീയതി ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന പത്തിയൂർ പഞ്ചായത്തിലെ 12-ാം വാർഡിലെ BJP സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ വേദിയിലായിരുന്നു സ്വീകരണം. CPM വിട്ട് BJP-യിൽ ചേർന്ന വിപിൻ സി ബാബുവും ഇവിടെ BJP-ക്ക് വേണ്ടി പ്രചരണത്തിൽ സജീവമാണ്.